friends, welcome back to our channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കമീറയാണ് കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ട് അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കിഡിലൻ ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റാണ് കേട്ടോ ചിക്കൻ കമീറ എന്ന് പറയുന്നത്. ഈ ഒരു പേര് നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റും. നമ്മുടെ ബേക്കറികളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന താരയാണ് ചിക്കൻ കമീറ എന്ന് പറയുന്നത്. ചിലപ്പോൾ പേരറിയാൻ പറ്റിയില്ലെങ്കിൽ ഐറ്റം എന്തായാലും അറിയാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റാണ് കേട്ടോ. നമ്മുടെ ഭാഗത്തൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊക്കെ ഈ ഒരു സ്നാക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല നമ്മൾ ഇതിൽ ചില്ലി ചിക്കൻ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കമീറക്ക് ആവശ്യമായിട്ടുള്ള ബണ്ണൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടുള്ള മാവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് പൊടിയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രൈഡ് ഈസ്റ്റ് ഉള്ളതാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് പാല് വേറെ തന്നെ ഒഴിച്ച് വെച്ചിട്ട് പൊങ്ങാൻ വേണ്ടി വെക്കണേ. അടുത്തത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തത് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഇനി നമുക്കിതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് അതിൽ നിന്ന് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പും പഞ്ചസാര ഈസ്റ്റൊക്കെ ഒന്ന് പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ, ആ ഒരു രീതിയിൽ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് ഇതിലേക്ക് ഇളം ചൂടുള്ള പാല് കുറച്ചായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇളം ചൂടുള്ള പാലിനെ നിർബന്ധമായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഈസ്റ്റ് ആക്റ്റീവായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. അതിനൊരു കറക്റ്റ് ഒരു അളവ് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എടുക്കുന്ന മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞു കിട്ടണം. ആ ഒരു രീതിയിലുള്ള പാലാണ് വേണ്ടത്, ഇളം ചൂടുള്ള പാല്. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് ഞാൻ നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതുപോലെ കയ്യിലെടുത്തിട്ട് കുറച്ചായിട്ടൊന്ന് നന്നായിട്ടൊന്ന് 2 സൈഡും മാവിൻ്റെ എല്ലാ ഭാഗത്തായിട്ടൊന്ന് നന്നായിട്ട് തടവി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ബൗൾ ഒരു ക്ലിം റാപ്പോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് 2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എങ്കിലേ നമ്മുടെ മാവ് നല്ല ഡബിൾ ആയിട്ട് നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ചൂടുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. അതൊക്കെ നിങ്ങളുടെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കമീറക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ഇല്ലെങ്കിൽ സാധാ ചില്ലി പൗഡറാലും മതി കേട്ടോ. അടുത്തത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അടുത്തത് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഒരു പുളിക്ക് ചെറുതായിട്ടുള്ള ഒരു പുളിക്ക് ആവശ്യമായിട്ടുള്ളത്. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരാലും മതി കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് മതി. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തത് 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഇത്രക്ക് മാത്രം മതി കേട്ടോ. ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഒന്ന് പാത്രത്തിൻ്റെ എല്ലാ സൈഡിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ഒന്ന് എണ്ണയൊക്കെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടവ് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എങ്കിൽ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എല്ലെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടും, കാരണം ബോൺലെസ് ചിക്കൻ ആണല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും വെച്ചിട്ടില്ല, കണ്ടില്ല ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം.
ഇപ്പോൾ ഇതുപോലെ ഞാൻ ചിക്കൻ നന്നായിട്ട് വേവിച്ചതിന് ശേഷം നല്ലതുപോലെ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റിയെടുക്കാം. ഓവർ മൊരിഞ്ഞിട്ട് അങ്ങനെ ഉണങ്ങിയ രീതിയിലൊന്നും എടുക്കണ്ട കേട്ടോ, കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ചിക്കൻ മുഴുവൻ കോരിയെടുത്തതിന് ശേഷം ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കുത്തി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരുപാട് പേസ്റ്റ് ആക്കാതെ. എന്നിട്ട് നമുക്കിതിൽ നിന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ സെപ്പറേറ്റ് വേറെ എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഈ ഒരു എണ്ണ തന്നെ മതിയാവും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ക്യാപ്സിക്കും അതുപോലെ തന്നെ 1/2 കപ്പ് അളവിൽ സവാളയും കൂടി ചെറുതായിട്ട് നമ്മൾ ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്യില്ല ആ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇതൊരു പകുതി ഭാഗത്തോളം ഒന്ന് വഴറ്റിയെടുക്കാം. മുഴുവനായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണ്ട കേട്ടോ, ഒരു പകുതി മാത്രം മതി. നമ്മൾ ചില്ലി ചിക്കനൊക്കെ കാണുന്നില്ല, നിങ്ങൾ ക്യാപ്സിക്കും സവാളയൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമല്ലോ, ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് വേണ്ടത്. അപ്പോൾ അടുത്തതായിട്ട് 3-4 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ പച്ചമുളക് ഇതിൽ നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് ചില്ലി സോസ് ഇഷ്ടമാണെങ്കിൽ ചില്ലി സോസ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പച്ചമുളക് ചേർക്കണമെന്നില്ല. അപ്പോൾ ഇത്രയും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തത് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പച്ചമുളക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് കേട്ടോ ചില്ലി സോസ് ചേർത്ത് കൊടുക്കേണ്ടത്, നമ്മൾ സോസൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള കെച്ചപ്പ് സോസൊക്കെ നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ചില്ലി ചിക്കൻ്റെ രീതിയിലാണ് ഈ ഒരു ഫില്ലിങ് റെഡിയാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കമീറ എന്ന് പറയുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഇനി ലാസ്റ്റ് ഒരല്പം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ, കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുപോലെ തന്നെ സോയ സോസിലൊക്കെ ഓൾറെഡി ഉപ്പുള്ളതാണ് ചെറുതായിട്ട്. അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഏതാണ്ട് 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് നോക്കാം. കണ്ടില്ല, നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നേരെ ഡബിളിൻ്റെ മുകളിലായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് 1 മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ബോളിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഓരോ ബോൾസായിട്ട് എടുക്കാം. നമുക്ക് ബോളിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഒരുപാട് വലുപ്പം വേണ്ട, കാരണം നമ്മളിത് എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബണ്ണല്ല വീർത്തിട്ട് വരും, നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എടുക്കുന്നത്. നമ്മുടെ ചപ്പാത്തിയുടെ എടുക്കുന്ന ബോളുണ്ടല്ലോ ആ ഒരു വലുപ്പം തന്നെ, അതിലൊരു പൊടിക്ക് വലുപ്പമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് വലുപ്പം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തു കൊടുക്കുക. അപ്പോൾ ബോളായിട്ട് വെട്ടിയതിന് ശേഷം ഇതുപോലെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്ത് കൊടുത്ത പോലെ പ്രസ് ചെയ്ത് കൊടുക്കണേ, കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. അപ്പോൾ മുഴുവൻ ബോൾസും ഞാൻ ഇതുപോലെ ഈ ഒരു മാവിനെ കൊണ്ട് എടുത്തിക്കട്ടെ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ബോൾസൊക്കെ ആക്കി എടുത്തതിന് ശേഷം കണ്ടില്ലേ ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ട. കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബണ്ണൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെ സെയിം ബണ്ണ് തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരും. അപ്പോൾ അടുത്തത് ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബണ്ണൊന്ന് കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു 2 മുട്ടയാണ് കേട്ടോ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് നിറയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ട മിക്സ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബണ്ണ് കണ്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നന്നായിട്ട് വീർത്തിട്ട് ഒരു പൊങ്ങി വന്നിട്ടുണ്ടല്ലോ, നല്ല ഷേപ്പൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ കോട്ട് ചെയ്യുന്നത് നോക്കാം. കോട്ട് ചെയ്യുന്നത് ഈസിയാണ് കേട്ടോ. നമ്മൾ ഓരോ ബണ്ണെടുക്കുക, മുട്ടയിലേക്ക് കോട്ട് ചെയ്യുക, ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മൾ റോളൊക്കെ കോട്ട് ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു രീതിയിൽ തന്നെ, സെയിം രീതി തന്നെ.
ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുഴുവൻ ബണ്ണ് ഇതുപോലെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ബണ്ണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പാനിലേക്ക്. ഇനി നമുക്ക് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഓരോ ബണ്ണായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എത്ര കൊള്ളൂ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ 3 ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. കാരണം ബണ്ണ് ചെറുതായിട്ട് വീർത്ത് വരും, പൊങ്ങ് വരും. അപ്പോൾ അതിനുള്ള സ്പേസും കൂടി നമ്മൾ വെക്കണേ. അതുപോലെ തന്നെ എണ്ണ നന്നായിട്ട് ചൂടാകുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് ലോ ഇടയ്ക്ക് മീഡിയം അതുപോലെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. കൂടുതൽ ലോയിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എണ്ണയൊന്നും ഒട്ടും കുടിക്കില്ല കേട്ടോ. എങ്കിലേ നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഫ്ലെയിമിൻ്റെ കാര്യം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് നമ്മൾ എണ്ണ മുകളിലേക്കൊന്ന് നന്നായിട്ട് തട്ടി കൊടുക്കുക. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും വീഡിയോയിൽ ക്ലാരിറ്റിൻ്റെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. ഇതുപോലെ തട്ടിക്കൊടുക്കുക. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുന്നവരെ, കളർ മാറി വരുന്നവരെ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും എടുത്ത് പറയണം, ഫ്ലെയിം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ലോ തന്നെ ആക്കുക, ഇടയ്ക്കൊന്ന് മീഡിയത്തിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ തിരിച്ചു മറിച്ചൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം കണ്ടില്ലേ, ഈ ഒരു കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇപ്പോൾ ഉള്ളൊക്കെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബണ്ണിൽ എങ്ങനെ ഫില്ലിങ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് ബണ്ണ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് 2 പാർട്ടായിട്ട് എടുക്കരുത്. ചെറിയൊരു ജോയിൻ്റ് അവിടെ ബാക്കി വെക്കണം. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 2 സൈഡുമായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചില്ലി ചിക്കൻ മസാല, അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം കൊള്ളും കേട്ടോ. ഈ ഒരു ബണ്ണിൻ്റെ ഉള്ളിൽ നമ്മൾ ബണ്ണ് കാണുമ്പോൾ ചെറുതാണെന്നൊന്നും കരുതണ്ട, നന്നായിട്ട് തന്നെ കൊള്ളും. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മല്ലിയിൽ ഇതുപോലെ 1-2 വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, റെഡിയായി. ഇനി ഞാൻ ബാക്കിയുള്ളത് ഇത് മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് നിറച്ചെടുക്കട്ടെ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലല്ലേ. അപ്പോൾ ഞാൻ മുഴുവൻ ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്